യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞാൽ ഒരു സവർണ ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമാണ്. അദ്ദേഹത്തിനൊരു ഫാസിസ്റ്റ് മുഖമാണുള്ളത്. ഉത്തർപ്രദേശിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന മുഴുവൻ സമയവും അദ്ദേഹം ജനാധിപത്യ ധ്വംസനം നടത്തിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ ന്യൂനപക്ഷങ്ങളെ അതിശക്തമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ സന്ദേശം ഇടതുപക്ഷ മുന്നണിക്ക് വളരെ ആപത്താണ് നൽകുന്നത്. കാരണം ആ സന്ദേശത്തിലൂടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ BJPയും തമ്മിലുള്ളൊരു രഹസ്യ ബാന്ധവമാണ് മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു അയ്യപ്പ സംഗമത്തെ അദ്ദേഹം അനുകൂലിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ ഈശ്വര വിശ്വാസികളായ ആളുകൾക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. കാരണം ഒരു മതനിരപേക്ഷ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനത ജീവിക്കുന്ന കേരളമാണ്. മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസത്തിൽ വിശ്വസിക്കുന്നതാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഒരിക്കലും അവരെ ഈശ്വര വിശ്വാസികളല്ല. അവർ നമുക്കറിയാമല്ലോ, സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിച്ചുകൊണ്ട് നൈസ്തിക ബ്രഹ്മചാരിയായി അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക് യുവതികളെ കയറ്റാൻ ശ്രമിച്ച ആളുകളാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 2 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ, ഈശ്വര വിശ്വാസികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ആഞ്ഞടിച്ചതിൻ്റെ ഫലമാണ് 2019ലെയും 2024ലെയും തെരഞ്ഞെടുപ്പുകൾ. അതുകൊണ്ട് ആ തെറ്റുകളും വീഴ്ചകളും മനസ്സിലാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരുന്നു, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു. തങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ വോട്ടുകൾ വീണ്ടെടുക്കാൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ കണക്ക് അയ്യപ്പൻ്റെ സംഗമം നടക്കുമ്പോൾ തന്നെ അയ്യപ്പൻ്റെ 4.5 കിലോ സ്വർണം അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ആ സ്വർണം ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു, അടിച്ചുകൊണ്ട് പോയതാണ്. ആ ശില്പത്തിലെ സ്വർണം 4.5 കിലോയാണ് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദേവസ്വം അധികാരികൾ അറിയാതെ, അവിടുത്തെ ജീവനക്കാരറിയാതെ എങ്ങനെയാണ് ഈ 4.5 കിലോ സ്വർണം പോകുന്നത്? അപ്പോൾ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം ഒരു തട്ടിപ്പാണ്. അതൊരു തെരഞ്ഞെടുപ്പിന് വോട്ട് പിടിക്കാനുള്ള തന്ത്രമാണ്. അത് ജനങ്ങളെ കബളിപ്പിക്കാനാണ്. നഷ്ടപ്പെട്ട ആ സ്വാധീനം വീണ്ടെടുക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയിട്ട് 9.5 വർഷമായി. എന്തുകൊണ്ടാണ് ഈ 9.5 വർഷക്കാലം അയ്യപ്പനെക്കുറിച്ച് ഈ ആഗോള സംഗമം നടത്താഞ്ഞത്? എന്തുകൊണ്ടാണ് ഇപ്പം നടത്തുന്നത്? ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും വിടിപ്പാടകലെ നിൽക്കുമ്പോൾ ഇത് വോട്ട് തട്ടിയെടുക്കാനൊരു രാഷ്ട്രീയ അടവാണ്. അല്ലാതെ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനോ അയ്യപ്പനെ നന്നാക്കാനോ അല്ല. ഇനി അയ്യപ്പന് പണ്ട് നയനാർ ചോദിച്ചു, ഭഗവാൻ എന്തിനാ പാറാവ്? അയ്യപ്പന് ഇനി പാറാവ് ഏർപ്പെടുത്തേണ്ടി വരിക. കാര്യം അവിടെ അയ്യപ്പ വിഗ്രഹം, ആ വിഗ്രഹത്തിലെ സ്വർണം മൊത്തം ഇനി സംരക്ഷിക്കണമെങ്കിൽ ഭഗവാന് പാറാവ് വേണം. നയനാർ കളിയാക്കി ചോദിച്ചെങ്കിലും ഭഗവാന് പാറാവ് ഏർപ്പെടുത്തേണ്ട സമയമാണ്. 4.5 കിലോ പോയിരിക്കുന്നു. ഈ നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചു പിടിക്കാനാണ് ഞങ്ങളെന്തിനാ പേടിക്കുന്നത്? ഞങ്ങൾ പേടിക്കുന്നത് എന്തിനാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ബഹുമാനിക്കുന്ന ആളുകളാണ്. റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ. ഒരു ജാതിയിൽ വിശ്വസിക്കാൻ, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, ആ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ, ആ മതം പ്രചരിപ്പിക്കാൻ ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യയിലെ ഓരോ പൗരനും കൊടുത്തിട്ടുള്ള ഭരണഘടനാപരമായ അവകാശത്തെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ഈ അയ്യപ്പ സംഗമത്തെ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങൾക്കൊരു പേടിയില്ല. മലബാർ ദേവസ്വം ബോർഡ് ഈ അയ്യപ്പ സംഗമത്തിന് പോകേണ്ട പ്രതിനിധികളെ കുറിച്ച് അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടൊരു ഉത്തരവ് പുറത്തിറക്കി ദേവസ്വം ബോർഡ് കമ്മിറ്റി. അതിൽ പറയുന്നത് ക്ഷേത്രത്തിലെ പണം ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന ആളുകൾക്ക് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാം. ഭക്ഷണം, അതുപോലെ തന്നെ യാത്ര, വാഹനം, ഈ കാര്യങ്ങൾക്കൊക്കെ ക്ഷേത്രത്തിലെ പണം ഉപയോഗിക്കാം. അന്ത്യത്തിരി കത്തിക്കാൻ പോലും ഗതിയില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ. ആ ക്ഷേത്രങ്ങളിലെ പണം ഇത്തരത്തിലുള്ള ആഡംബരത്തിന് ഉപയോഗിക്കുന്നു എന്നൊരു വിമർശനം ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അല്ലേ, ശബരിമല ക്ഷേത്രം ഉള്ളതുകൊണ്ടാണ് പല ക്ഷേത്രങ്ങളിലെയും തന്ത്രിമാർക്കും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിനുമൊക്കെ ശമ്പളം കൊടുക്കുന്നതും അവരുടെ നിത്യദിനാന ചെലവുകളൊക്കെ നടത്തുന്നു. നമുക്കറിയാമല്ലോ, കേരളത്തിൽ വളരെ വരുമാനം കൂടിയ ക്ഷേത്രങ്ങളുണ്ട്, ഒരു വരുമാനം ഇല്ലാത്ത ക്ഷേത്രങ്ങളുമുണ്ട്.
അതൊക്കെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട്, കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട്, മലബാർ ദേവസ്വം ബോർഡുണ്ട്. ഈ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുമാനമുള്ള എത്ര ക്ഷേത്രങ്ങളുണ്ട്? ആ ക്ഷേത്രങ്ങൾ എങ്ങനെ നടക്കുന്നത്? അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേവസ്വം ബോർഡ് ദേവസ്വം പണം വിനിയോഗിക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, മനസ്സിലായില്ലേ? ഇതിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം ഒരു മഹാസംഭവമാണ് എന്ന് വരുത്തി തീർക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റുണ്ട്, ദേവസ്വം ബോർഡുണ്ട്. ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയാക്കി വെച്ചുകൊണ്ട് ഗവൺമെൻറ്റാണ് ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്, അല്ല ദേവസ്വം ബോർഡിനകത്തൊരു കാര്യമില്ല. കാരണം ദേവസ്വം ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ളപ്പോൾ അവരെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നടത്താൻ പറ്റാത്തതുകൊണ്ട് അവരുടെ പേരുപയോഗിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് നടത്തുന്നത്. ഗവൺമെൻറ്റിനാണ് ഈ അയ്യപ്പനെ സംരക്ഷിക്കണമെന്നുള്ള തോന്നൽ വന്നിരിക്കുന്നത്, ദേവസ്വം ബോർഡിനല്ല. ദേവസ്വം ബോർഡ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിരിക്കുന്ന സകല വിവാദങ്ങളും ഗവൺമെൻറ് ഉണ്ടാക്കിയതാണ്, ഗവൺമെൻറ്റാണ് ഇതിനകത്തെ കക്ഷി. നേരത്തെ കോടതി ഉത്തരവ് വന്ന സമയത്ത് സർക്കാരിനെ നിശിതമായി വിമർശിച്ച NSSഉം KPMS ഒക്കെ ഇപ്പോൾ പ്രതിനിധികളെ വിടുകയാണ് പരിപാടിക്കായിട്ട്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ കുറേ കഴിയുമ്പോൾ അവർ ഇതിനെ പണ്ട് നാമജപ യാത്ര നടത്തിയ ആളുകളല്ലേ, ചങ്ങനാശ്ശേരിയിൽ നടന്ന് നമുക്കറിയത്തില്ലേ. അപ്പോൾ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇതിൻ്റെ നിഗൂഢാത്മകതയെക്കുറിച്ച് NSSന് ഉത്തമ ബോധ്യം വരാത്തത് കൊണ്ടാണ് അവർ ഇപ്പോൾ അതിനകത്ത് സഹകരിക്കാമെന്ന് പറഞ്ഞത്. ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമല്ലോ. ഈ അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനോ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന്മാരുടെ ഒരു വരവിനുള്ള ഒരു പ്രവാഹത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ ആ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിന് കാണുമ്പോൾ NSS അവരുടെ നയം മാറ്റും, യാതൊരു തർക്കവുമില്ല. കാലാകാലങ്ങളിൽ ദേവസ്വം ബോർഡിനെ നിശ്ചിതമായി വിമർശിക്കുകയും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അനുകൂലിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് NSS. അത് നമുക്കറിയാം, രാമൻ നായരുന്ന കാലത്തും അതിനു മുമ്പും എല്ലാം അവർക്ക് അക്കാര്യത്തിൽ ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ അവർ അടിയുറച്ച് നിൽക്കും. സോഷ്യൽ മീഡിയ കമ്മിറ്റിയെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് തന്നെ കാസർഗോഡ് നിന്ന് അങ്ങ് തന്നെയാണ്, അത് തീരുമാനമായിട്ടുണ്ടല്ലോ. സോഷ്യൽ മീഡിയ കമ്മിറ്റിയിലെ കണ്ടോ തീരുമാനമായോ? അതെ, തീരുമാനം AICCയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായോ? ഉണ്ടായി. ഞാൻ കണ്ടില്ല, ഞാനിന്ന് പത്രമല്ല എൻ്റെ കാറിൽ ഇരിക്കുകയാണെന്ന്. അങ്ങനെ പുഴുക്കുത്തുകൾക്കെതിരെ അല്ല, ഞാൻ ഇന്നലെ രാത്രിയിൽ 1 മണിക്കാണ് എൻ്റെ പരിപാടികൾ കഴിഞ്ഞ് വന്നത്. ഞാൻ ഇന്നലെ പയ്യന്നൂർ നിയോജകമണ്ഡലത്തിലെ വെള്ളോറ അടക്കം മാതമംഗലം അടക്കം അവിടുന്ന് രാത്രിയിൽ വരുമ്പോൾ 1 മണി കഴിഞ്ഞു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ നടന്നു. അതിനുശേഷം എൻ്റെ വീട്ടിൽ 8, 9 പത്രമുണ്ട്, ദേശാഭിമാനി അടക്കം, അതെല്ലാം എൻ്റെ കാറിലിരിപ്പുണ്ട്, വായിച്ചില്ല. ഇനി ഇവിടുന്ന് യാത്രയിൽ വേണം വായിക്കാൻ. പിന്നെ സോഷ്യൽ മീഡിയ ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി കാണാറില്ല, അപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞ് അതിനെക്കുറിച്ച് അഭിപ്രായം എനിക്ക് പറയാൻ കഴിയും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മുമ്പ് പറഞ്ഞിരുന്നു ഒരു വലിയൊരു ബോംബ് പൊട്ടാനുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ KJ ഷൈൻ ടീച്ചർക്കെതിരെ ഒരു MLAയും കൂടി ബന്ധപ്പെടുത്തി കോൺഗ്രസ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വ്യാപകമായി വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. അതായിരുന്നോ ഈ സതീശൻ പറഞ്ഞ ഒരു ബോംബ്? എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. ദയവായി നമ്മൾ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു ചോദ്യങ്ങളും എന്നോട് ചോദിക്കേണ്ട. അതിനൊരു മറുപടി ഞാൻ പറഞ്ഞോട്ടെ. അത് സംബന്ധിച്ച് നോ കമന്റ്സ്. ആക്ഷേപിക്കുന്നത് ശരിയാണോ? ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്തയും കണ്ടിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാണാത്തൊരു പറയട്ടെ, ഞാനിതിനെക്കുറിച്ച് കാണാത്തൊരു കാര്യത്തെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കുന്നത്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ എൻ്റെ ഇതെടുത്ത് നോക്ക്. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഞാൻ കള്ളം പറയത്തില്ല, പറയുന്ന കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, ഒരു പത്രത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. മാതൃഭൂമി, മനോരമയുടെയൊക്കെ ഹെഡ്ലൈൻസ് ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. എന്നാൽ രാത്രി 1 മണിക്ക് ഹെഡ്ലൈൻസ് ഓടിച്ചു നോക്കുക. അല്ലാതെ ഇത് ഞാൻ കണ്ടിട്ടില്ല. ഒരു പത്രത്തിൽ കണ്ടു, ദീപിക, 3 പത്രം ഞാൻ കണ്ടു. ഈ 3 പത്രത്തിലും ഞാൻ ഒരു വാർത്തയും ആരെക്കുറിച്ചും കണ്ടിട്ടില്ല. കാണാത്ത കാര്യം ഞാൻ പറയുന്നത് ശരിയല്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കത്തില്ല. സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ നിലപാടുണ്ട്. ആ നിലപാടിൽ അടിയുറച്ച് ഞങ്ങൾ നിൽക്കും, യാതൊരു തർക്കവുമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, അറിയാത്ത കാര്യം നമ്മളെങ്ങനെ പറയും? നേരത്തെ പറഞ്ഞ പുഴുക്കുത്തുകളാണ് ഇതിന് പിന്നിൽ.